أمم قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. അല്ലാഹു അരുൾ ചെയ്യും, പോകുവിൻ, നിങ്ങൾക്ക് മുമ്പുള്ള പല ജിന്ന് സമൂഹങ്ങളും മനുഷ്യ സമൂഹങ്ങളും പോയിട്ടുള്ള അതേ നരകത്തിലേക്ക് നിങ്ങളും പോകുവിൻ. ഓരോ കൂട്ടവും നരകത്തിൽ പ്രവേശിക്കുമ്പോൾ മുമ്പിലുള്ള കൂട്ടത്തെ ശപിച്ചുകൊണ്ടായിരിക്കും പ്രവേശിക്കുക. അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ചു കൂടിയാൽ ഓരോ പിൻഗാമികളും തങ്ങളുടെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നു, നാഥ, ഇവരായിരുന്നു ഞങ്ങളെ വഴിതെറ്റിച്ചത്, അതിനാൽ ഇവർക്ക് ഇരട്ടി നരകശിക്ഷ നൽകണമേ. മറുപടിയായി അരുളപ്പാടുണ്ടാകും, എല്ലാവർക്കും ഇരട്ടി തന്നെ ശിക്ഷയുണ്ട്, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഒരു തലമുറയുടെ പിൻഗാമികളായതുപോലെ മറ്റൊരു തലമുറയുടെ മുൻഗാമികളുമാകുന്നു. ഒരു തലമുറയ്ക്ക് അതിന്റെ മുൻഗാമികൾ ദുഷിച്ച ചിന്താകർമ്മങ്ങളുടെ വല്ല പൈതൃകവും വിട്ടേച്ചു പോയിരുന്നുവെന്ന് കരുതുക. എങ്കിൽ ആ തലമുറയും അതിന്റെ പിൻഗാമികൾക്ക് അത്തരമൊരു പൈതൃകം അവശേഷിപ്പിച്ചു പോന്നിരുന്നു. ഇങ്ങനെയാണ് ഓരോ തലമുറയും ഇഹലോകത്തുനിന്ന് വിടവാങ്ങിയിട്ടുള്ളത്. അതിനാൽ ഒരു തലമുറയുടെ വഴികേടിനുള്ള ഉത്തരവാദിത്വം മുൻ തലമുറയ്ക്കുണ്ടെന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ അതേ കാരണത്താൽ തന്നെ തങ്ങളുടെ പിൻതലമുറയുടെ വഴികേടിന്റെ ഉത്തരവാദിത്വത്തിൽ നല്ലൊരു പങ്ക് രണ്ടാം തലമുറയും വഹിക്കേണ്ടതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട് എന്ന്. സ്വയം വഴി പിഴച്ചതിന്റെ ശിക്ഷയാണ് ഒന്ന്, മറ്റൊന്ന് അന്യരെ പിഴപ്പിച്ചതിന്റെ ശിക്ഷയും. ഒന്ന് സ്വന്തം കുറ്റങ്ങളുടെ ശിക്ഷ, മറ്റേത് അന്യർക്ക് കുറ്റങ്ങളുടെ പൈതൃകം ശേഷിപ്പിച്ചതിന്റെ ശിക്ഷ. ഇതേ വിഷയം ഒരു നബിവചനത്തിൽ ഇപ്രകാരം പ്രകാശിപ്പിച്ചിരിക്കുന്നു: അല്ലാഹുവും അവന്റെ റസൂലും തൃപ്തിപ്പെടാത്ത പിഴച്ച വല്ല അനാചാരത്തിനും ഒരുത്തൻ തുടക്കം കുറിച്ചാൽ പിന്നീട് അത് പ്രവർത്തിച്ചവരുടെ എല്ലാം കുറ്റങ്ങൾക്ക് തുല്യമായ കുറ്റം അവനുണ്ടായിരിക്കും. ഇതാകട്ടെ അവരുടെ പാപഭാരത്തെ സ്വൽപ്പം പോലും കുറയ്ക്കുകയില്ല. മറ്റൊരു ഹദീസ് കാണുക: ഏതൊരാൾ ഈ ലോകത്ത് അന്യായമായി വധിക്കപ്പെട്ടാലും ആ രക്തത്തിന്റെ ഒരംശം സ്വന്തം സഹോദരനെ വധിച്ച ആദ്യത്തെ ആദം പുത്രനുണ്ടാവാതിരിക്കില്ല. കാരണം അയാളാണ് വധസമ്പ്രദായം ആരംഭിച്ചത്. ഒരു വ്യക്തിയോ വിഭാഗമോ തെറ്റായ ഒരു ആദർശത്തിനോ നയത്തിനോ അടിത്തറപ്പാകിയാൽ സ്വന്തം തെറ്റിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല അവരർഹിക്കുന്നത്, ലോകത്ത് ആരെല്ലാം അതിലാകൃഷ്ടരാകുന്നുവോ അവരുടെയെല്ലാം പാപഭാരത്തിന്റെ ഒരു പങ്കും കൂടി അവരുടെ കണക്കിൽ രേഖപ്പെട്ടുകൊണ്ടിരിക്കും. തന്റെ തെറ്റിനെ തുടർന്നുണ്ടാകുന്ന ദുഷ്ഫലങ്ങൾ ഏതുവരെ നിലനിൽക്കുന്നുവോ അതുവരെ അവന്റെ റെക്കോർഡിൽ അവ എഴുതപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു വ്യഭിചാരിയെ ഉദാഹരണമായി എടുക്കാം. ആരുടെയെല്ലാം ശിക്ഷണശീലങ്ങളും സഹവാസവും ദുഷിച്ച മാതൃകയും മുഖേനയാണോ അയാളിൽ വ്യഭിചാരശീലം വളർന്നിട്ടുള്ളത്, അവരെല്ലാം അവന്റെ ആ നീചവൃത്തിയിൽ പങ്കാളികളായിരിക്കും. അതിനും പുറമെ ആ ദുഷിച്ച നോട്ടത്തിന്റെയും ദുരുദ്ദേശത്തിന്റെയും ദുർനടപടിയുടെയും പൈതൃകം അക്കൂട്ടർക്ക് ലഭിച്ചിടത്തെല്ലാം അതിന്റെ ഉത്തരവാദിത്വം ചെന്നെത്തുന്നതാണ്. അങ്ങനെ ഈ തെറ്റായ മാർഗം ആദ്യമായി മാനവ സമുദായത്തിന് കാട്ടിക്കൊടുത്ത ഒന്നാമത്തെ വ്യഭിചാരിയോളം ആ പരമ്പര ചെന്നെത്തുന്നു. ഇതുകൂടാതെ അയാൾ തന്നെയും ആ ദുർവൃത്തിയുടെ ഉത്തരവാദിയാകുന്നു. ഇതിനു പുറമെ അയാൾ സ്വയം ചെയ്യുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ആ നീചകർമ്മം അന്യരിൽ വ്യാപിപ്പിക്കാനും തുടങ്ങുന്നു. ഏതോ മാരകമായ ഗുഹ്യരോഗം വല്ലേടത്തുനിന്നും ഏറ്റുവാങ്ങുന്നു. അത് തന്റെ പിൻതലമുറയിലും മറ്റനേകം തലമുറകളിലും വ്യാപിപ്പിച്ചുകൊണ്ട് എണ്ണമറ്റ ജീവിതങ്ങളെ നശിപ്പിക്കുന്നു. അയാൾ തന്റെ ബീജം എവിടെയോ നിക്ഷേപിക്കുന്നു. അങ്ങനെ താൻ പരിപാലന ഭാരം വഹിക്കേണ്ടിയിരുന്ന ശിശുവിനെ മറ്റാരുടെയോ സമ്പാദ്യത്തിൽ അനർഹനായ പങ്കുകാരനാക്കുന്നു.
ആരാന്റെ കുഞ്ഞുങ്ങളുടെ അവകാശത്തിൽ അന്യായമായ കൂട്ടാളിയും ആരാന്റെ അനന്തരസ്വത്തിൽ അവകാശമില്ലാത്ത അവകാശിയുമാക്കി തീർക്കുന്നു. ഈ അവകാശധ്വംസന പ്രക്രിയ എത്രയെത്ര തലമുറകളോളം തുടരുമെന്ന് പടച്ചവനെ അറിയാവൂ. അയാൾ ഒരു പെൺകിടാവിനെ പ്രലോഭിപ്പിച്ച് അധമ്മ മാർഗത്തിൽ കൊണ്ടു ചാടിക്കുന്നു. അവളിൽ അയാൾ വളർത്തിവിടുന്ന ദുർഗുണങ്ങൾ എത്രയോ തലമുറകളോളം ചെന്നെത്തുന്നു. തന്മൂലം നിരവധി കുടുംബങ്ങൾ തകരുകയും ചെയ്യുന്നു. സ്വന്തം സന്താനങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സമൂഹത്തിലെ മറ്റംഗങ്ങളുടെയും മുമ്പാകെ തന്റെ ചര്യയുടെ ദുഷിച്ച മാതൃക അവതരിപ്പിക്കുന്നു. ഇതുമൂലം എത്രയെത്ര മനുഷ്യരാണ് തിന്മയിലകപ്പെടുക എന്നും അതിന്റെ ദുഷ്ഫലങ്ങൾ എത്ര തലമുറകളിൽ എത്ര കാലം വരെ നീണ്ടുപോകുമെന്നും പറയാൻ വയ്യ. ഇത്രയേറെ ദൂഷ്യങ്ങൾ സമൂഹത്തിൽ പടർത്തിവിട്ട ആ മനുഷ്യന്റെ റെക്കോർഡിൽ അതെല്ലാം രേഖപ്പെടുത്തിയേ മതിയാവൂ. അതാണ് നീതിയുടെ താൽപര്യം. ആ വൈകൃതങ്ങളുടെ പരമ്പര ലോകത്ത് നടമാടുന്ന കാലം അത്രയും അതിൽ കാര്യമായൊരു പങ്ക് അയാളുടെ റെക്കോർഡിൽ എഴുതപ്പെടണം. നന്മകളുടെ കാര്യവും ഇതിനോട് താരതമ്യം ചെയ്യേണ്ടതാണ്. പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു നല്ല പൈതൃകത്തിന്റെ പ്രതിഫലം മനുഷ്യാരംഭം മുതൽ നമ്മുടെ കാലം വരെ തലമുറ തലമുറയായി പകർന്നു തന്ന എല്ലാ സജ്ജനങ്ങൾക്കും ലഭിക്കേണ്ടതാണ്. അനന്തരം ആ പൈതൃകം ഏറ്റെടുക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ നാം അനുഷ്ഠിച്ച സേവനത്തിന്റെ പ്രതിഫലം നമുക്കും ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നാം ലോകത്ത് വിട്ടേച്ചു പോകുന്ന ആ സദ്വൃത്തിയുടെ ചിഹ്നങ്ങളും പ്രതിഫലനങ്ങളും നമ്മുടെ നന്മകളുടെ കണക്കിൽ രേഖപ്പെടേണ്ടതുമാണ്. പ്രസ്തുത ചിഹ്നങ്ങൾ ലോകത്തവശേഷിക്കുകയും അതിന്റെ സദ്ഫലങ്ങളുടെ പരമ്പര മനുഷ്യ സമുദായത്തിൽ നിലനിൽക്കുകയും ദേവദാസന്മാർ അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുന്ന കാലമത്രയും നമ്മുടെ റെക്കോർഡിൽ അവ രേഖപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം. കർമ്മഫലം സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന ഈ രീതിയിൽ മാത്രമേ യഥാർത്ഥവും സമ്പൂർണവുമായ നീതി സാധ്യമാവുകയുള്ളൂവെന്ന് ബുദ്ധിയുള്ള ഏതു മനുഷ്യനും സമ്മതിക്കുന്നതാണ്. കർമ്മഫലങ്ങൾക്ക് ഐഹിക ജീവിതം തന്നെ മതിയെന്നും മറ്റൊരു ജീവിതത്തിന്റെ ആവശ്യമില്ലെന്നും പറയുന്നവരുടെ തെറ്റിദ്ധാരണകൾ ഈ യാഥാർത്ഥ്യം നല്ലപോലെ മനസ്സിലാവുന്നതോടെ നീങ്ങിപ്പോകും. മനുഷ്യന് പുനർജന്മത്തിലൂടെ സമ്പൂർണ്ണ കർമ്മഫലം ലഭിക്കുമെന്ന് നനച്ചവരുടെ തെറ്റിദ്ധാരണകളും ഇതുമൂലം നീങ്ങുന്നതാണ്. വാസ്തവത്തിൽ ആ രണ്ട് വിഭാഗങ്ങളും മാനുഷിക കർമ്മങ്ങളുടെയും അവയുടെ സ്വാധീനങ്ങളുടെയും വ്യാപ്തി മനസ്സിലാക്കാത്തവരാണ്. നീതിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിഫലവും അതിന്റെ താൽപര്യങ്ങളും എന്താണെന്ന വ്യക്തമായ ധാരണയും അവർക്കില്ല. ഒരു മനുഷ്യൻ അവന്റെ 50-60 വർഷത്തെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ കഴിഞ്ഞുപോയ എത്രയോ തലമുറകൾ പങ്കാളികളാണ്. അവർക്കാകട്ടെ എന്ന് അതിനുള്ള ശിക്ഷയോ രക്ഷയോ ലഭിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ നല്ലതോ ചീത്തയോ ആയ പ്രസ്തുത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി മരിച്ചു പോകുന്നതോടെ അവയുടെ ഫലം അവസാനിക്കുന്നുമില്ല. നൂറ്റാണ്ടുകളോളം അത് തുടർന്നുകൊണ്ടിരിക്കും. കോടിക്കണക്കിന് ആളുകളിലേക്ക് അത് വ്യാപിക്കും. ഈ ഫലം തുടരുകയും വ്യാപിക്കുകയും ചെയ്യുന്നിടത്തോളം അയാളുടെ കണക്ക് പുസ്തകത്തിന്റെ ഏടുകൾ തുറന്നുകിടക്കുകയും ചെയ്യും. എന്നിരിക്കെ അയാളുടെ കർമ്മത്തിന്റെ പൂർണ്ണ പ്രതിഫലം ഈ ലോകത്ത് വെച്ചു തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാവും? ആ കർമ്മഫലങ്ങളുടെ 1,00,000 പോലും ഇതുവരെ പ്രകടമായി കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ അതെങ്ങനെ സംഭവിക്കും? ഈ ലോകത്തെ പരിമിതമായ ജീവിതവും അതിലെ പരിമിതമായ സാധ്യതകളും മുമ്പിൽ വയ്ക്കുക. എങ്കിൽ ഇവിടെ ഒരാൾക്കും അയാളുടെ കർമ്മത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ഒട്ടും തന്നെ പഴുതില്ലെന്ന പരമാർത്ഥം വ്യക്തമാകുന്നതാണ്. ഉദാഹരണത്തിന്, ലോകത്ത് ഒരു മഹായുദ്ധത്തിന് തീ കൊളുത്തിയ ഒരാളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. അയാളുടെ ദുഷ്ചെയ്തിയുടെ എണ്ണമറ്റ ദുഷ്ഫലങ്ങൾ 1000 വർഷങ്ങളോളം കോടിക്കണക്കായ ജനങ്ങൾ അനുഭവിക്കുന്നു. അയാൾ ചെയ്ത ആ കുറ്റത്തിന് ഈ ലോകത്ത് വെച്ച് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ നൽകിയാൽ പോലും ആ കുറ്റത്തിന് മതിയായ ശിക്ഷയാകുമോ? അതുപോലെ ഒരു മനുഷ്യൻ ആജീവനാന്തം മാനവ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന്റെ സദ്ഫലങ്ങൾ കണക്കില്ലാത്ത മനുഷ്യർ 1000 വർഷങ്ങളോളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്കിൽ അദ്ദേഹത്തിന്റെ ആ സൽക്കർമ്മത്തിന് മതിയായ പ്രതിഫലം ഇവിടെ വെച്ചു തന്നെ നൽകാൻ സാധിക്കുമോ? ഈ ലോകത്ത് ഏറ്റവും മഹത്തരമായ സമ്മാനം പോലും യഥാർത്ഥത്തിൽ അതിന് തക്ക പ്രതിഫലമാകുമോ? കർമ്മത്തെയും കർമ്മഫലത്തെയും സംബന്ധിച്ച പ്രശ്നത്തെ ഈ വശത്തിലൂടെ വീക്ഷിച്ചു നോക്കുക. എങ്കിൽ കർമ്മഫലത്തിന് മറ്റൊരു ലോകം അനിവാര്യമാണെന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ്.
എല്ലാ മുൻഗാമികളും പിൻഗാമികളും സമ്മേളിക്കുന്ന, എല്ലാവരുടെയും കണക്ക് പുസ്തകങ്ങൾ അടഞ്ഞു കഴിഞ്ഞ ശേഷം നിലവിൽ വരുന്ന ഒരു ലോകം അനിവാര്യമാണ്. അന്ന് സർവജ്ഞനായ ദൈവം നീതിപീഠത്തിൽ ഉപവിഷ്ടനാകും. കർമ്മങ്ങളുടെ പൂർണ്ണ പ്രതിഫലം ലഭിക്കേണ്ടതിനായി അന്ന് മനുഷ്യന്റെ പക്കൽ ശാശ്വതമായ ജീവിതവും രക്ഷാശിക്ഷകൾക്കുള്ള അനന്തമായ സാധ്യതകളും ഉണ്ടായിരിക്കും. ഈ ദിശയിൽ ചിന്തിക്കുമ്പോൾ പുനർജന്മവിശ്വാസത്തിന്റെ മൗലികമായ മറ്റൊരബദ്ധവും കൂടി നീങ്ങുന്നതാണ്. അവർ പുനർജന്മ സിദ്ധാന്തം കെട്ടിച്ചമച്ചതു തന്നെ ആ അബദ്ധത്തിൽപ്പെട്ടതുകൊണ്ടാണ്. ഹ്രസ്വമായ ഒരു 50 വർഷത്തെ മാത്രം ജീവിതത്തിലെ കർമ്മഫലം ലഭിക്കണമെങ്കിൽ അതിനേക്കാൾ 1000 ഇരട്ടി ദൈർഘ്യമുള്ള ജീവിതം തന്നെ ആവശ്യമാണെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ല എന്നു മാത്രമല്ല, 50 വർഷത്തെ ജീവിതം അവസാനിക്കുന്നതോടെ നമ്മുടെ ഉത്തരവാദപ്പെട്ട ജീവിതങ്ങൾ തന്നെ തുടർച്ചയായി ലോകത്ത് പുനരാരംഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അനിവാര്യമായും നമുക്ക് നല്ലതോ ചീത്തയോ ആയ ഫലങ്ങൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ആ ജീവിതത്തിലും നാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണെങ്കിൽ കണക്ക് മുഴുമിക്കുന്നതിനു പകരം കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് മുഴുമിക്കുന്ന ഘട്ടം ഒരിക്കലും വന്നു ചേരുക സാധ്യവുമല്ല. وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون. മുൻഗാമികളോ പിൻഗാമികളോട് പറയുന്നു, ഞങ്ങൾ കുറ്റക്കാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ എന്ത് ശ്രേഷ്ഠതയുണ്ട്? നിങ്ങൾ സ്വയം സമ്പാദിച്ചതിന്റെ ഫലമായ ശിക്ഷ ഇപ്പോൾ രുചിച്ചുകൊള്ളുവിൻ. നരകാവകാശികളുടെ ഈ പരസ്പര ആരോപണം വിശുദ്ധ ഖുർആൻ പലയിടത്തും വിവരിച്ചിട്ടുണ്ട്. ഇഹലോകത്ത് ആസക്തികൾ ജനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അടിമകളാക്കിയിട്ടുണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ അത് നിങ്ങൾ സ്വയം ആസക്തരായിരുന്നതുകൊണ്ടാണല്ലോ. നിങ്ങൾ വിൽപ്പന ചരക്കായതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്? ഭൗതിക പൂജ, ദേശീയ സാമുദായിക പക്ഷപാതം തുടങ്ങിയ വഴികേടുകളിലും മറ്റ് ദുഷ്കർമ്മങ്ങളിലും നിങ്ങളെ അകപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് വിമുഖരും ദുനിയാവിനെ പൂജിക്കുന്നവരുമായതുകൊണ്ടാണ്. അതാണ് ദൈവിക മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടും അതുപേക്ഷിച്ച് ഞങ്ങളുടെ വിളിക്ക് നിങ്ങൾ സ്വാഗതമരുളിയത്. ഞങ്ങൾ നിങ്ങളെ മതത്തിന്റെ പേരിൽ വഞ്ചിച്ചുവെന്നാണ് വാദമെങ്കിൽ അതും അപ്പടി സ്വീകാര്യമല്ല. ഞങ്ങൾ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആദ്യമേ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് നിങ്ങളത് ആവേശത്തോടെ വാരിപ്പുണർന്നത്. ഏതെങ്കിലും ധാർമ്മിക നിയമത്തിന് വിധേയരാകണമെന്ന് ആവശ്യപ്പെടാതെ നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരുന്ന രക്ഷാകർത്താക്കളെയാണ് ഏകദൈവത്തെ വിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അത്തരം രക്ഷാകർത്താക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. ദൈവത്തെ അവഗണിച്ച് ദുനിയാവിന്റെ ദാസന്മാരായി നിങ്ങൾക്ക് ജീവിക്കണം. അതോടൊപ്പം മോക്ഷം നൽകുന്ന ചുമതല ഏറ്റെടുക്കാൻ ചില ശുപാർശകരെയും മധ്യസ്ഥന്മാരെയും ലഭിക്കണം. ഇതായിരുന്നു നിങ്ങളുടെ ആവശ്യം. ആ ശുപാർശകരെ ഞങ്ങൾ പടച്ചു തന്നു. ശുഷ്കവും വിരസവുമായി നിങ്ങൾക്ക് തോന്നിയ മതാനുഷ്ഠാനങ്ങൾക്കും ത്യാഗപരിശ്രമങ്ങൾക്കും പകരം മോക്ഷത്തിന്റെ കുറുക്കുവഴിയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. രസകരവും ദേഹേച്ഛകൾക്ക് നിയന്ത്രണമില്ലാത്തതുമായ അത്തരം അലങ്കാര മതങ്ങൾ ഞങ്ങൾ ചമച്ചു തന്നു. ഉത്തരവാദിത്വം ഞങ്ങൾക്കു മാത്രമല്ലെന്ന് ചുരുക്കം. നിങ്ങളും തുല്യ പങ്കാളികളാണ്. വഴികേടിന്റെ വിൽപ്പനക്കാരായിരുന്നു ഞങ്ങളെങ്കിൽ നിങ്ങളതിന്റെ ഉപഭോക്താക്കളായിരുന്നു. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين. ഉറപ്പായി അറിഞ്ഞുകൊള്ളുക, നമ്മുടെ സൂക്തങ്ങൾ നിഷേധിക്കുകയും അതിനോട് ധിക്കാരം കൈക്കൊള്ളുകയും ചെയ്യുന്നവരാരോ അവർക്കു വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് സൂചിക്കുഴയിലൂടെ ഒട്ടകം കടക്കുന്നത്ര അസംഭവ്യമാകുന്നു. ഇങ്ങനെയാകുന്നു പാപികൾക്ക് നമ്മുടെ അടുക്കൽ പകരം കിട്ടുക.
أمم قد خلت من قبلكم من الجن والإنس